സ്ക്രിപ്റ്റില്ല, കഥയുണ്ട്. സ്ക്രിപ്റ്റ് എന്നോട് എഴുതാൻ പറയുകയാണ്. അതിന്റെ കാരണം എന്നാ? മലയാളം അക്ഷരം തെറ്റാതെ എഴുതുന്ന അവരുടെ കൂട്ടത്തിൽ ആരുമില്ല. പെൺകുട്ടി വലത് ഭാഗത്തോട്ടും ആൺകുട്ടി ഇടത് ഭാഗത്തോട്ടും ഒഴുകി പോകുന്നു. പുഴ അങ്ങനെ രണ്ട് വശത്തേക്കായി. അതെ. കഥാതിരക്കഥ എന്ന പേരുണ്ടോ? ഇല്ല. പേരുണ്ടോ? എൻ്റെ പേര് വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അടികൊള്ളാൻ വയ്യാത്ത സിബിയാണ് ആദ്യം പറയുന്നത് പ്രിയനോട്. അങ്ങനെ പ്രിയനെന്ന പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ പടങ്ങൾ ദാസ് കേപ്പിട്ട് ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ കരുവന്നൂർ കേസിൽ പെടാതെ രക്ഷപ്പെടാമായിരുന്നു. ഇവർ ജലദോഷം വന്നാൽ ന്യൂയോർക്ക് പോകും, അമേരിക്കയിൽ പോകും ചികിത്സിക്ക്. സിംഗപ്പൂർ പോകുന്നത് ഈ പട്ടികൾ പഠിക്കട്ടെ പോയിട്ട്. രണ്ടാം കൊല്ലവും കുഴപ്പമില്ലാതെ പോയി. നിങ്ങൾ മൂർത്തിയുടെ ഭക്ഷണത്തിൽ കഴിഞ്ഞു പോയി. മൂർത്തിയുടെ കരുണയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയ ഒരു കാലത്തേക്ക് വന്നു. അതെങ്ങനെ? മൂർത്തി പണങ്ങിയ? അല്ല, എന്നെ ഞങ്ങളവിടെ താമസം മാറി ശാന്തപ്പ വരെ മൂർത്തിക്ക് തിരക്ക് വന്നിട്ട് മൂർത്തി പോയി. മൂർത്തി അഭിനയിക്കാൻ തുടങ്ങി? അല്ല, അങ്ങനെ തിരക്ക് വന്നിട്ട് പോയതാ. എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ശാന്തപ്പയോ? ശാന്തപ്പ കർണാടകത്തിലാണ്. അന്ന് ഒരു മിനിസ്റ്ററുടെ പെങ്ങളുടെ മകന് അവൻ. ഓ, അത് ശരി. അപ്പൊ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്നെ കാണാൻ വേണ്ടി അവൻ വന്നിരുന്നു. എയർപോർട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മാലയായിട്ട് വന്നിട്ട് എൻ്റെ കഴുത്തിലിട്ടവൻ. ഞാനല്ലേ മാലയുണ്ട്, നേരെ തിരിഞ്ഞു പോയി. എന്നിട്ടോ ഇപ്പൊ എന്നാ ചെയ്യുന്നു ശാന്തപ്പ? ശാന്തപ്പയ്ക്ക് അവിടെ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന പരിപാടിയല്ല, നഴ്സിംഗ് കോളേജുകൾ 2-3 നടത്തുന്നുണ്ട്. നടത്തുകയാണ്. അവിടെ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതെ അതെ അതെ. മൂർത്തിയെ കുറിച്ചോ കണക്ഷൻ ഇല്ല? മൂർത്തിയെ കുറിച്ച് ശാന്തപ്പയ്ക്ക് അറിയില്ല. ഓ ശരി. അത് ഞാൻ വിളിച്ചു ചോദിച്ചു, അറിയില്ല. അത് കഴിഞ്ഞ് എന്തായിരുന്നു കോടാമ്പക്കം പഠിത്തം കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകം അഭിനയിക്കാൻ 2-3 സിനിമകളൊക്കെ. അപ്പൊ നാടകത്തിലുള്ള കമ്പം കുറഞ്ഞു. അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിനിമ വിട്ടിട്ട് നാടകത്തിലേക്ക് പോകാൻ തൃക്കരിപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. കാസർഗോഡിനടുത്ത്. അവിടെ എൻ്റെ കുറേ നാടക സുഹൃത്തുക്കളുണ്ട്. നാടകം അഭിനയിക്കുമ്പോൾ അവരെ KMK എന്ന് പറഞ്ഞിട്ട് കലാസമിതിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നാടകം എഴുതാൻ തുടങ്ങി ഞാൻ. അല്ല, എഴുത്തിലേക്ക് വന്ന് എങ്ങനെ അഭിനയിക്കാൻ പോയിട്ട്? പിന്നെ അല്ല, എഴുത്തിലേക്ക് നാടകം എഴുതുന്ന പരിപാടി ആദ്യം ഉണ്ടല്ലോ. അങ്ങനെ അവിടെ പോയി നാടകം എഴുതാൻ തുടങ്ങി. ആ നാടകത്തിൻ്റെ പേര് ആരുടെ സാമ്രാജ്യം എന്നാണ്. ആരുടെ സാമ്രാജ്യം? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത സാമ്രാജ്യം എന്നാണ്. ഭരണത്തെ ഉദ്ദേശിച്ചിരുന്നത് നാടിനെ. അതെ. അത് അന്നാരാ അന്നത്തെ അവിടുത്തെ അന്നിവിടെ ആരാ ഭരണം? എവിടാ? കരുണാകരനാണോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടോ ആ നാടകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എഴുതി ഏകദേശം തീർന്നപ്പോൾ പതുക്കെ റിഹേഴ്സലൊക്കെ തുടങ്ങണം. ഒരു പോഷൽ നാടകമായിട്ടാണ് ഉദ്ദേശിച്ചത്. ഒരു സെറ്റർ ലെവലിലുള്ള നാടകമാണ്. ഒരു ദിവസം അവിടെയുള്ള KMK കലാസമിതിയുടെ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞ്, ഇങ്ങനെ ടെലഗ്രാം വന്നിട്ടുണ്ട്, ഉടനടി ചെന്നൈയിലെത്തണമെന്നാണ്. അപ്പോൾ ഈ സംഘകാലത്തിലും മണിമുഴക്കത്തിലൊക്കെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളുണ്ട്, കൃഷ്ണൻ നായരുടെ പേര്. അയാളുടെ ടെലഗ്രാമാണ്, റീച്ച് ചെന്നൈ ഇമ്മീഡിയറ്റ്ലി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളേതായാലും നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകല്ലേ. അല്ല, എന്തായാലും സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചേക്കില്ല, അപ്പോൾ അതുകൊണ്ട് തള്ളിക്കളയണ്ട, നമുക്ക് നാടകത്തിൻ്റെ റിഹേഴ്സൽ നാളെ തുടങ്ങണമെന്നില്ലല്ലോ, പോയി തിരിച്ചു വന്നിട്ട് തുടങ്ങാം, അതുകൊണ്ട് ആദ്യം ഇവിടെ പോകുന്നു പറഞ്ഞു.
അങ്ങനെ അവർ ടിക്കറ്റ് എടുത്തതെന്ന് അവർ നിർബന്ധിച്ചിട്ട് KMK-ക്കാര് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ട്രെയിനിൽ ചെന്നൈയിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇന്ന് വരെ സ്കൈപ്പിൽ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. KMK-ക്കാരുടെ കാശ് അവർക്ക് പോയി. അതെ. ഞാനവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നയാളും 2-3 സഹായികളും കൂടി വെയിറ്റ് ചെയ്യാണ്. അവരുടെ കയ്യിൽ കഥയുണ്ട്. അവർക്ക് ഈ കൃഷ്ണന് ഒരു സിനിമ എടുക്കണം, സംവിധാനം ചെയ്യണം. അതിന് പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. കോഴിക്കോട്ടുള്ള കുറേ കച്ചവടക്കാർ അതെങ്ങനെ വളർച്ചതാണ്. പക്ഷേ സ്ക്രിപ്റ്റില്ല, കഥയുണ്ട്. സ്ക്രിപ്റ്റ് എന്നോട് എഴുതാൻ പറയുകയാണ്. അതിൻ്റെ കാരണം എന്നാ? കാരണം എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി, മലയാളം അക്ഷരം തെറ്റാതെ എഴുതുന്ന അവരുടെ കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞാണ് എനിക്കൊരാളെ അറിയാവുന്നത്. എനിക്കൊരാളെ അറിയാം, അതുകൊണ്ട് എന്നെ വിളിച്ചത്. സത്യമായിട്ട് എങ്ങനെ മനസ്സിലായെന്നറിയാം. എൻ്റെ ചെലവ് ഈ ഡയറക്ടർ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ശ്രീനിവാസ. മനസ്സിലായി. ശ്രീനിവാസ ചായ 2 രൂപ. അതുപോലും അറിയത്തില്ല. അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കൃഷ്ണനായിരിക്കും പരിചയം സാറിനെ. അതെ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു എനിക്കൊരുത്തിനെ അറിയാം. അതെ, അത് തെറ്റാതെ ഞാൻ എഴുതുന്ന പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്. തിരക്കഥ എഴുതി. അപ്പൊ തിരക്കഥ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കഥയാ. കഥ പറഞ്ഞ ആദ്യം ഈ സഹായികൾ 2-3 പേരില്ലേ. അപ്പൊ ഒരു പുള്ളി ഒരു കഥ പറഞ്ഞു, ഇതാണ് കഥ. അത് പറയുന്നു. കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയും, ഒരു നാട്ടില് മിന്നല്, ഇടി, അങ്ങനെ ഒരു വീട്ടിലുള്ള 2 കുട്ടികൾ വെള്ളത്തിൽ ഒലിച്ചു പോന്നു. എന്നിട്ട് പെൺകുട്ടി വലത് ഭാഗത്തോട്ടും ആൺകുട്ടി ഇടത് ഭാഗത്തോട്ടും ഒഴുകി പോകുന്നു. പുഴ അങ്ങനെ 2 വശത്തേക്കായി. ഒരു വശത്തേക്ക് ഒഴുകുന്ന പുഴയല്ല. കുറച്ച് ദൂരം ഒന്നിച്ച് പോയിട്ട് പിന്നെ വലത്തോട്ടും ഇടത്തോട്ടും മാറിപ്പോവും. അങ്ങനെ 2 ദേശത്തി ഒരു വളരെയാണ്. ആരോ വഴിയിൽ നിന്ന് വരെ പിടിച്ച് പൊക്കി രക്ഷിക്കും. അങ്ങനെ 2 പേര് സഹോദരനെ എവിടെയാണെന്ന് സഹോദരിക്ക് അറിയില്ല, സഹോദരി എവിടെയാണെന്ന് സഹോദരനും അറിയില്ല. സഹോദരന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പിച്ചക്കാര് എടുത്തോണ്ടിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കും. അപ്പോൾ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് പൈസ കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ ഇരപ്പാളികള് സഹോദരനെയും കൊണ്ടുപോകും, സഹോദരിയെ വേറെ വഴിക്കാരെ കൊണ്ടുപോകും. അവർ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്ന പോലെയുള്ളൊരു കഥയാണ്. ഭയങ്കര കഥ. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നെയിപ്പോൾ ആർക്കും അറിയില്ല, പക്ഷേ ഇത് ഞാൻ എഴുതിയ ആളുകൾ എന്നെ അന്വേഷിച്ച് വരും, അപ്പോൾ അടിയും കിട്ടും. ഞാനൊന്ന് സിനിമ കാണുന്നുണ്ടല്ലോ, ആ ബോധം എനിക്കുള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് ഭയങ്കര കുഴപ്പമെന്ന്, അടി കുഴപ്പമെന്ന് പറഞ്ഞു. ഞാനില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്കൊരു ഡിസ്കൗണ്ട് തന്നു. എന്താ വെച്ചാൽ മാറ്റം എന്തൊക്കെ തോന്നുന്നു വെച്ചാൽ വരുത്തിക്കുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കഥയുടെ അടിസ്ഥാനപരമായി മാറ്റാൻ പറ്റുമോ നോക്കാം. അവന് കുറച്ച് സമയം വേണം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഓഫർ ചെയ്തു പൈസ താമസിക്കാനുള്ള ചിലവെല്ലാം. അല്ല, താമസിക്കാനുള്ള ഉണ്ട്. അപ്പോൾ 3000 രൂപ റെമ്യൂണറേഷൻ തരാന്ന് പറഞ്ഞു ഒരു കഥയ്ക്ക്. അന്ന് സ്ക്രിപ്റ്റിന് അന്ന് ഭയങ്കര ആദ്യത്തെ വലിയ പ്രതിഫലമാണ്. ആദ്യത്തെ പ്രതിഫലം. അതെ.
500 രൂപ അഡ്വാൻസ് തന്നു. അത് ഭയങ്കര സംഭവമായിരുന്നു. അന്നൊരു ദിവസം 3 രൂപ മതി അല്ലേ? അപ്പോൾ അവിടെ ചെന്നൈയിൽ ഫേമസ് ഒരു കോളേജുണ്ട്. കോളേജിൻ്റെ മുമ്പിൽ ഹാപ്പി ലോഡ്ജ് എന്നാണ് പേര്. ഹാപ്പി ലോഡ്ജ് ചെന്നൈയിലെ ആ ഹാപ്പി ലോഡ്ജിൽ. എന്നിട്ട് അവിടെ താമസിച്ചു. അവിടെ താമസിച്ച് ഞാൻ ഒരു 10-25 ദിവസം കൊണ്ട് എനിക്ക് തോന്നിയ പോലെ കുറേ ഈ മഴയും കൊടുങ്കാറ്റൊക്കെ കട്ട് ചെയ്തിട്ട് വേറൊരു സംഗതി ഉണ്ടാക്കി. എന്നിട്ട് അപ്പോൾ VC ശശി എന്ന് പറയുന്ന ഒരാളാണ് ക്യാമറ. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ യുവന്മാർ പോക്കാണ്. ശശി കുറേ സിനിമകൾ വർക്ക് ചെയ്ത ശശിയെ കൺവിൻസ് ചെയ്യിപ്പിക്കാം ഈ മാറ്റങ്ങളോടുകൂടി, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ശരിയാക്കാൻ. ഞങ്ങൾ മാനന്തവാടി ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയാണ്. അവിടെ ഒരു ചായത്തോട്ടത്തിലാണ് മെയിൻ ഷൂട്ടിങ്. പ്രൊഡ്യൂസേഴ്സിനും ശശിക്കുമൊക്കെ വായിച്ചു കൊടുക്കുന്നത് അവിടെ വെച്ച് ഞാനാണ്. അപ്പം ശശി പറഞ്ഞത്, കൃഷ്ണേട്ടൻ നല്ലൊരു കഥയുണ്ടാക്കിയിരുന്നു, നിങ്ങളത് കംപ്ലീറ്റ് മാറ്റി കൊളാക്കിയെന്ന് പറഞ്ഞു. അയ്യോ, അതാ ശശിയുടെ അഭിപ്രായം. അതെ. അപ്പൊ ശശിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. എന്നിട്ടോ ഞാൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞ കഥയാണ് വേണ്ടതെങ്കിൽ അപ്പപ്പ പറഞ്ഞാൽ മതി, ഞാൻ അപ്പപ്പ എഴുതാതെ. അപ്പോൾ ഒരു PC വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അസോസിയേറ്റായിട്ട്. പുള്ളി പറഞ്ഞു പുള്ളി അപ്പപ്പ വേണ്ട സംഗതികൾ പറയാം. എന്നെ ഒരു പ്രോപ്പർട്ടി കൊണ്ടുവന്ന് പോലെ ഷൂട്ടിംഗ് എടുക്കുന്ന ലൊക്കേഷനിലേക്ക് ഒരു ജീപ്പ് കയറ്റി കൊണ്ടുപോകും. പേപ്പറും പാഡും ഒക്കെ തരും. ഇന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ആണെന്ന് പറയും. അപ്പം ഞാൻ എഴുതും. മറ്റേതപ്പം മറ്റേ തിരക്കഥ വേണ്ടെന്ന് വെച്ചു. കംപ്ലീറ്റ് വേണ്ടത് 3000 രൂപ കിട്ടി. അപ്പം എഴുതിയിട്ട് പിന്നെ ഷൂട്ടിങ് എടുത്തൊക്കെ ഒന്നിച്ച് തന്നെ അവർ പറയും. പിന്നെ ജീപ്പിൽ പോകുമ്പോൾ തന്നെ ഇന്നെങ്ങനത്തെ സീനാണ് വേണ്ടതെന്ന് പറയും. എനിക്ക് പണിയൊന്നുമില്ല, അധികമൊന്നും ആലോചിക്കണ്ട, ഞാൻ എഴുതും, അപ്പം തന്നെ ഷൂട്ട് ചെയ്യും. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതാത്തതും എന്നോട് പറയാത്തതുമായ പല സീനുകളും ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അങ്ങനെ കർണാടക സ്റ്റേറ്റിൽ ഈ പടം ഭയങ്കര ഹിറ്റായി. പേരുണ്ടായിരുന്നോ? ശ്രീനിവാസന്റെ പേരുണ്ട്, കഥാ തിരക്കഥ എന്ന പേരുണ്ടോ? ഇല്ല, പേരുണ്ടോ? എൻ്റെ പേര് വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അടികൊള്ളാൻ വയ്യാത്ത പേര് കഥാ തിരക്കഥ സംഭാഷണം അജയൻ. കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയില്ലേ? മലയാളത്തിൽ ഇറങ്ങി ഒരാളും കണ്ടില്ല. 8 നില പൊട്ടി. അതെ. കന്നഡയിലോടി. കർണാടകത്തിൽ ഡബ് ചെയ്തോ? ഡബ് ഇവര് അന്ന് മലയാള സിനിമ ഇങ്ങനത്തെ അശ്ലീല സിനിമകൾ ഓടുന്ന സമയമാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഇവർ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഞാനത് വിട്ടു. അതാണ് ആദ്യത്തെ കഥ. ആദ്യത്തെ കഥ അതാണ്. അത് രണ്ടാമത്തെ കഥയായിട്ട് അവർ ഞാൻ പറഞ്ഞ എൻ്റെ നിങ്ങൾ ചെയ്താൽ മതി എന്നത്. പക്ഷേ അതിന് ശേഷം പ്രിയദർശൻ്റെ കൂടെ എത്തിപ്പെട്ടു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കഥയും തിരക്കഥ എഴുതാൻ പ്ലാനും ഇല്ല, പഠിച്ചിട്ടും ഇല്ലല്ലോ? ഇല്ലല്ലോ. അഭിനയല്ലേ പഠിച്ചേ? പിന്നെ ഈ കഥ കഴിഞ്ഞിട്ട് നാടകത്തിലേക്ക് പോയില്ല? പിന്നെ നാടകം ടച്ച് കട്ടായിപ്പോയല്ല. ഞാൻ എഴുതിയ നാടകം അവിടെ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ പറ്റാത്തതുകൊണ്ട് നിരാശപ്പെട്ട് നിർത്തി വെച്ചു. പിന്നെ സിനിമയിലേക്ക് തിരിഞ്ഞ് സിനിമയിൽ തന്നെ വന്നു. അഭിനയമായിരുന്നോ എഴുത്തായിരുന്നോ? അഭിനയമായിരുന്നു. പൂച്ചക്കൊരു മുക്കുത്തി. പിന്നെ പ്രിയന്റെ കൂടെ പിന്നെ എഴുതും. കഥ എഴുതി. അപ്പം തന്നെ
ഓടൊരു മാവാണ്. ആദ്യം തന്നെ കഥ എഴുതാൻ തുടങ്ങി. അല്ല, ഈ പ്രിയൻ ഈ കഥ എങ്ങനെ ആദ്യം എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഈ മറ്റേ പരിചയമൊന്നും ഇല്ലല്ലോ. ഞാൻ ചോദിക്കണത്, ആകപ്പാടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കൃഷ്ണേട്ടന്റെ കഥയാണ്. പിന്നെ എങ്ങനെ സീരിയസ് ആയിട്ട് വന്നത്? സീരിയസ് ആയിട്ട് കഥയിലേക്ക് വന്നത് എങ്ങനെ? സീരിയസ് ആയിട്ട് കഥയിലേക്ക് ഞാൻ വന്നതല്ല. പിന്നെ ഒടരുമ വളരെ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ്ങിൽ അഭിനയിക്കാൻ പോയി. പോയപ്പോൾ ഷൂട്ടിങ് പ്രദേശം എന്നോട് എത്തി. അപ്പോൾ പ്രിയ തിരുവനന്തപുരത്തുള്ള അമൃത ഹോട്ടലിൽ പ്രിയം പറഞ്ഞ്, അഭിനയിക്കാൻ വന്നല്ലേ? ഞാൻ പറഞ്ഞത് അഭിനയിക്കാൻ വേണ്ടി എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ പറയാം, അതുപോലെ താൻ എഴുതിയാൽ മതി, നല്ല ശരിയാവുന്ന പറഞ്ഞു. പുള്ളിയുള്ള വിശ്വാസത്തിൽ ഞാൻ എഴുതുക. അല്ല, എങ്ങനെ പരിചയം ഉണ്ടായിരുന്നോ? എഴുതാൻ അറിയാമായിരുന്നോ പ്രിയനെ? പ്രിയന് പിന്നെ ഞാനും ഇന്നസെന്റും കൂടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയ കാര്യം പ്രിയൻ അറിയായിരുന്നു. അതാണ് ഒരു കഥ വരുന്ന ഉണക്കഥ. ശരി. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതുക. മോഹന്റെ സിനിമ. മനസ്സിലായി. അതാണ് ശരിക്കും ആദ്യം ഞങ്ങൾ എഴുതിയെന്ന് അറിയാവുന്ന ഇന്നസെന്റ് ഞാനും കൂടി. അതിനകത്ത് എങ്ങനെ രണ്ടുപേരും എഴുതുന്നത്? എങ്ങനെയാ രണ്ടുപേരും കൂടി എഴുതുന്നതെന്ന് വെച്ചാൽ അത് എഴുതിയത് ശരിക്കും പറഞ്ഞു ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയാണ്. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ കഥ. അതെ. അത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഡേവിഡ് കച്ചപ്പള്ളി ഇന്നസെന്റുമാണ് അതിൻ്റെ പ്രൊഡ്യൂസർമാർ. അവിടെ വന്നിട്ട് അവരുടെ വീട്ടിലിരുന്നിട്ട് എഴുതിയിട്ട് കാശ് വാങ്ങി സ്ഥലമിട്ടു. എന്നിട്ട് ഒരു ദിവസം ആര് കാശ് മേടിച്ചു പോയി? ചൊവ്വല്ലൂർ. ഒരു ദിവസം ഞാനും ഡേവിഡ് കച്ചപ്പള്ളി ഇന്നസെന്റും കൂടി ഈ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ ഭയങ്കര ദയനീയമായ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ എന്നോട് ഇന്നസെന്റ് ചോദിച്ചു, എടാ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എഴുതിക്കൂടെ ഒന്ന് ഇന്നസെന്റ്. ഞാൻ അപ്പോൾ ഇന്നസെന്റിനോട് പറഞ്ഞ്, ഇതിനേക്കാൾ നന്നായിട്ട് ആർക്കും എഴുതാൻ പറ്റുന്നത്. സത്യമായിരുന്നു. ഇന്നസെന്റ് അത് എഴുതുമോ? ഇല്ല, ഇന്നസെന്റ് എഴുതിയിട്ടില്ല അതുവരെ. അങ്ങനെ അന്ന് മുതൽ പിറ്റേഴ്സിന് രാവിലെ മുതൽ ഇന്നസെന്റിന്റെ വീട്ടിലെ കാശാവ് തകർന്നുകൊണ്ട് സ്ഥലത്താണ് ഇന്നസെന്റ് താമസിക്കുന്നത്. ഇന്നസെന്റും ഭാര്യ ഒരു മകനുണ്ട്. അന്ന് ഞാൻ രാവിലെ ഞാൻ താമസിച്ച സ്ഥലത്ത് നടന്നിട്ട് അവിടം വരെ പോകും. എന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കും, എങ്ങനത്തെ സീന് വേണോ, എങ്ങനത്തെ ഇത് വേണോ. അങ്ങനെ ചില സംഭാഷണങ്ങൾ ഇന്നസെന്റ് പറയും, ചിലത് ഞാൻ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു സീനുണ്ടാക്കും. അത് ചിലത് മുഴുവൻ പിന്നെ സീൻ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ആ തിരുത്തും. അങ്ങനെയാണ് രണ്ടുപേരും കൊണ്ട് എഴുതുന്നത്. അല്ല, എന്നിട്ട് അങ്ങനെ അതങ്ങ് ക്ലിക്കായി. ആ സാധനം നന്നായി. ആ സാധനം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു. അപ്പോഴത്തേക്ക് ആ സമയത്ത് കുറെ സിനിമയിൽ അഭിനയിച്ചായിരുന്നോ ശ്രീനേട്ടൻ? കുറച്ച് സിനിമയിൽ അഭിനയിച്ചു. ഈ ഒരു ഇൻഫർമേഷൻ പ്രിയനുള്ളത് കൊണ്ടാണ്. അതെ അതെ അതെ. അപ്പം ആ വെല്ലുവിളി എങ്ങനെ ഏറ്റെടുത്തു? പ്രിയൻ പറഞ്ഞപ്പോൾ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. അത് സിബി മലയിലാണ് പ്രിയനോട് പറഞ്ഞത്. പ്രിയനാണ് പ്രിയൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. പ്രിയൻ തന്നെ പ്രിയനോട് പറഞ്ഞു, പ്രിയൻ എഴുതുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ട്, രസമുണ്ട് ഇതിന്. സിബിയാണ് ആദ്യം പറയുന്നത് പ്രിയനോട്. അങ്ങനെ പ്രിയൻ അവന് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ പടങ്ങൾ, മഴ പെയ്യുന്നു, മദ്ദളം കൂട്ടുന്നു, അരം പ്ലസ് അരം, കിന്നരം, അങ്ങനെ കുറേ. അപ്പോഴത്തേക്കും തിരക്കഥാകൃത്തായി മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നത്. അങ്ങനെ കുറേ പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിയൻ ഇങ്ങനെ സിനിമ എടുക്കുക. അതൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങി. എല്ലാം ക്ലിക്കാവുന്നുണ്ട്. ക്ലിക്കാവുന്ന തുടങ്ങി. അപ്പോൾ അതിൽ നമ്മുടെ ഇസാഫ് ബാങ്കിൽ ഒരു സ്ത്രീ ഇവിടെ വന്നു. അവരാദ്യം വരുമ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു.
പിന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പ്രസവം കഴിഞ്ഞല്ലേ? അപ്പോൾ വയറ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതെ ആണോ പെണ്ണോ കുഞ്ഞ്? അപ്പോൾ അവർ ആണ്. പേരിട്ടോ? എന്താ പേര്? മാധവ് എന്നാണ് പേരെന്ന് പറഞ്ഞു. മാധവ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ അവനെ MA ധവാൻ എന്നാണ് വിളിക്കുന്നത്. എന്നുവെച്ചാൽ മഴ പെയ്യുന്ന മുതലങ്ങോട്ടിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് MA ധവാൻ എന്നാണ്. മാധവൻ എന്ന് പേരിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഞാൻ അപ്പോൾ തന്നെ പ്രിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ അവരുടെ മകന് ഇങ്ങനെ നമ്മുടെ സിനിമയിൽ ഒരു പേരിട്ടു എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ പറയാം, അപ്പം അഭിനയത്തെക്കാൾ കൂടുതൽ താല്പര്യം ഇതിലേക്കായി. അങ്ങനെ ആക്കി. അപ്പം എവിടുന്ന് ഈ കഥയൊക്കെ പിന്നെ പടപെടാന്ന് വരുന്നേ? ആരുടെങ്കിലും ഇതുണ്ടോ? കൂട്ടായ്മയിൽ നിന്നാണോ അതോ തന്നെ രൂപപ്പെടുന്നതാണോ? ചിന്താവിഷ്ടയ ശ്യാമള ആ കഥാപാത്രം എങ്ങനെ ഉണ്ടാവുന്നത്? കഥ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ നിയമകം പോലെയാണ്. അതായത് നമ്മൾ ആലോചിച്ച് കഥ ഉണ്ടാക്കുന്നത് നമ്മൾ പറയും, പക്ഷെ സത്യം അതല്ല. ആലോചിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരും. അതായത് മഴയത്ത് മുമ്പ് എന്ന് പറയുന്ന കമൽ സംവിധാനം ചെയ്തൊരു പാടുണ്ട്. അപ്പോൾ അത് അപ്പപ്പ എഴുതിയതാണ്. അപ്പപ്പ എഴുതുന്നത് എൻ്റെ ഒരു രീതിയായി. പണ്ട് കൃഷ്ണേട്ടൻ പഠിപ്പിച്ചതാ. അതെ. എന്നിട്ട് അങ്ങനെ രാവിലത്തേക്ക് വേണ്ടുന്ന സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് രാത്രി പാലക്കാടുള്ള ഹോട്ടലിൽ ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ ചെറുപ്പകാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. 100,000 കാര്യങ്ങളുടെ ഒരു കുത്തുഴക്കുണ്ടാവും മനസ്സിൽ. പലതും നമ്മൾ ഓർമ്മിച്ചിട്ട് വരുന്നതല്ലാതെ പല ഓർമ്മകളും നമുക്ക് വരും. ആ ഓർമ്മയിൽ ഒരു ഓർമ്മ വന്നതാണ് ആ സിനിമയുടെ കഥക്ക് ആധാരം. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഞാൻ ആ സമയത്ത് ആലോചിച്ചത് എൻ്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരായിട്ടുള്ള സ്ത്രീകളും അടുക്കള ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന അവരുടെ സംസാരമാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം അവരുടെ സംസാരം പലപ്പോഴും അവിടെയുള്ള വീടുകളിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ വരുന്ന കഥയായിരിക്കും അധികം. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മ വന്ന് ചിരിച്ചുപോയി. എന്തൊക്കെയാണെന്നറിയാം, പയ്യൻ നല്ല സ്വഭാവമാണത്ര, കുടിയില്ല വലിയില്ല, ഓഫീസ് വീട് ഓഫീസ്, ഒരു ചീത്ത കൂട്ടുകെട്ടില്ല. മനസ്സിലായി. നല്ല ചുരുണ്ട മൂടി, നല്ല വെളുത്ത നിറം, നല്ല കൊടവേറ്. അത് സമ്പത്തിൻ്റെ ലക്ഷണം. കൊടവേറ് ഭക്ഷണം കഴിച്ചാൽ നല്ലോണം ഭക്ഷണം കഴിക്കും. അപ്പോൾ നല്ലോണം ഭക്ഷണം കഴിച്ചാലേ കൊടവേറിനുണ്ടാവും. അപ്പം അത് ഞാൻ ആലോചിച്ചു പോയി. അത് കഥയായി. അത് കഥയല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫീസ് വീട് ഓഫീസ് വെച്ച് നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് എന്താ റോള്? അതെ, ഒരു റോളും ഇല്ല. അവൾക്ക് ഭർത്താവിനൊന്ന് അഡ്രസ് ചെയ്യാനൊരു സ്പേസ് ഇല്ല. അവളുടെ ജീവിതം നരകമായിരിക്കും. ഭർത്താവ് കുറച്ച് കുസൃതിയും നോട്ടിയൊക്കെ ആയിരിക്കണം, എന്നാലേ അവൾക്ക് ലൈഫുള്ളൂ. അങ്ങനെയാണ്. ഇതൊന്നുമല്ലാത്ത ഭയങ്കര വൃത്തികെട്ടവനായ ഒരു ഭർത്താവിനെ ഉണ്ടാക്കിയിട്ട് ആണ് ചിന്താവിശേഷം ഉണ്ടാക്കിയത്. നേരെ എതിരായിട്ട് ഭാര്യയ്ക്ക് സ്പേസ് വേണം.
എന്നുള്ള ആലോചനയിൽ നിന്ന് അതിൻ്റെ ആലോചനയുടെ കാരണം എൻ്റെ അമ്മയും കൂട്ടുകാരുള്ള സംസാരമാണ്. അത്ര ഒരു ചെറിയ സാധനം കിട്ടിക്കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു ഫുൾ കഥയായി മാറണമെങ്കിൽ കഥയായി മാറണമെങ്കിൽ ബാക്കി നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. മനസ്സിലായി. തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാര്യത്തെ പറ്റി നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരഭിപ്രായം വേണം, ഒരു കാഴ്ചപ്പാട് വേണം എല്ലാ കാര്യത്തെക്കുറിച്ച്. നമ്മുടെ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വേണം, നമുക്ക് നേർവഴി അറിയണം. താങ്കളിപ്പോൾ ഒരാളെ വിമർശിക്കുമ്പോൾ നല്ല വഴി എന്താണെന്ന് ഉള്ളിലുണ്ടെങ്കിൽ വിമർശിക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാത്തിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോഡൽ ആദ്യമായിട്ടുണ്ടായത് ഗ്രീസിലാണ്. അന്ന് സോക്രട്ടീസ് പറഞ്ഞു ജനാധിപത്യം നല്ലതാണ്, കഴിവുള്ളവരെ ആളുകൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു, അത് കൊള്ളാം. പക്ഷേ ഈ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുണ്ടോ? അവിടെയാണ് പ്രശ്നം. അന്ന് അയാൾ പറഞ്ഞു. ഇന്ന് അയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജനാധിപത്യം ഡെമോക്രസി കണ്ടുപിടിച്ചവരെ ചവിട്ടിക്കൊന്നിച്ച് അയാൾ എന്തെങ്കിലും വില കുറഞ്ഞ വിഷം എടുത്ത് കുടിച്ച് മരിച്ചാണ്. ഈ നാട്ടിൽ വിലയുള്ള മദ്യം അല്ല വിഷം കുടിക്കാനുള്ള യാതൊരു കാര്യവുമില്ല. അത് നഷ്ടമാണ്. വില ഇല്ലാത്ത വിഷം കുടിച്ച് മരിക്കുന്ന ഏറ്റവും നല്ല ലാഭത്തിന് മരിക്കുന്ന നല്ല അവസ്ഥയാണ്. ഈ ഡെമോക്രസിയിൽ ഞാൻ കണ്ടത് കാരണം എന്താ വെച്ചാൽ ഡെമോക്രസി നമ്മൾ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ കാക്കാം, ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ 100 പഴുതുകളാണ്. നിയമം മുഴുവൻ പഴുതുകളോടെയാണ്, എല്ലാം പഴുതുകളാണ്. പിടിക്കാനാണെങ്കിൽ നിസാര കുറ്റത്തിൻ്റെ പേരിൽ ഒരാളെ ഇല്ലാതാക്കാം. അതെ, വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ജനാധിപത്യം തമ്മിൽ ഭേദം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യം ഇല്ലാത്ത രാജ്യമാണ് ദുബായ്, ഷെയ്ഖ് മുഹമ്മദ്. അവിടെ എന്താ പ്രശ്നം? ശരിയാണ്, ഗുഡ് ഗവേണൻസ് ആണ്. അപ്പോൾ ലീ ക്വാൻ യൂ എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ 30 കൊല്ലം പ്രസിഡന്റ് ആയിരുന്ന ഒരാളുണ്ട്, ലീ ക്വാൻ യൂ, പീപ്പിൾസ് ആക്ഷൻ പാർട്ടി, PAP. ആ പാർട്ടി അതായത് അവിടെ കേരളത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ അത്രയും വലുപ്പമില്ലാത്ത രാജ്യമാണ് സിംഗപ്പൂർ. ആ സിംഗപ്പൂർ വിഭവശേഷിയില്ല, കേരളത്തിന് അത്ര പോലും കൃഷിയില്ല, ഒന്നുമില്ലാത്ത സ്ഥലം ഇന്ന് ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തികളിലൊന്നാണ്. അതെങ്ങനെ സംഭവിച്ചു? ഈ തണ്ടികൾ ആരെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടോ? അവിടെ പ്രഗത്ഭന്മാരെ ജലദോഷം വന്നാൽ ന്യൂയോർക്ക് പോകും, അമേരിക്കയിൽ പോകും ചികിത്സിക്ക്. സിംഗപ്പൂർ പോകത്തുനിന്ന് ഈ പട്ടികൾ പഠിക്കട്ടെ പോയിട്ട്. ആ ഒരു ഘട്ടത്തിൽ രണ്ടോട് ഒരുമിച്ചായല്ലോ, തിരക്കഥയും അഭിനയം കൂടെ ഒരുമിച്ചായല്ലോ. അപ്പോഴത്തേക്ക് ഇപ്പോൾ രണ്ടുപേര്. അപ്പോൾ ഇതിന് എങ്ങനെ ഒരു കഥ മുമ്പോട്ട് പോകുമ്പോഴാണോ അഭിനയം കിട്ടിയാൽ പോകും? അങ്ങനെ ആയിരുന്നു. അഭിനയം നല്ലൊരു റോള് കിട്ടുന്നു. ഈ റോൾ എങ്ങനെ തിരഞ്ഞെടുത്തോണ്ടിരുന്നത്? സ്വന്തം പടം പോട്ടെ, സ്വന്തം പടത്തിലേക്ക് നമുക്ക് വരാം. വേറൊരു പടം, അത് നമ്മൾ റോളുകളിലല്ല എന്നെ ആകർഷിക്കുന്നത്. പുതിയതെങ്കിലും ആ കഥയിൽ പറയുന്നുണ്ട്, പുതിയൊരു കാഴ്ചപ്പാടുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഒരു പുതിയ ആശയം, അതിനാണ് പ്രാധാന്യം. ഞാൻ എന്ന് പറയുന്ന ആക്ടർ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ്. സിനിമയുടെ ഗുണപരമായ കാര്യമായിട്ട് അതിന് ബന്ധമില്ല. അത് അഭിനയിച്ച ക്യാരക്ടർ നല്ലതാണെങ്കിൽ ആളുകൾക്ക് അതും ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യം ഇഷ്ടപ്പെടുന്നത് സിനിമയാണ്. അല്ല, ഈ ശ്രീനേട്ടൻ ഈ കഥയും തിരക്കഥയായിട്ട് പോകുന്ന സമയത്ത് മറ്റൊരു സിനിമ കിട്ടിയാൽ അതിലേക്ക് പോകുമായിരുന്നു അഭിനയിക്കാൻ. ഇത് തീർത്തിട്ടല്ലേ പോകുള്ളായിരുന്നു? അത്രേ ഉള്ളൂ. ഗ്യാപ്പിലാണോ മറ്റു പടത്തിന് പോയിക്കൊണ്ടിരുന്നത്? ഒരു പടം ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ
അല്ല, ഈ ഒരു പ്രിഫറൻസിന്റെ പ്രശ്നം വന്നില്ലേ? അഭിനയം വേണോ സിനിമ വേണോന്ന് അതല്ല, അപ്പൊ അങ്ങനെ സെലക്ഷൻ വന്നില്ലേ? അല്ല, എഴുത്തെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ, എഴുത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിയാതെ എങ്ങോട്ട് പോകത്തില്ല. ഇല്ല. അഭിനയത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വം എഴുത്തിനോടാണ് കൂടുതൽ ഉണ്ടാവേണ്ടതും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിചാരം. ഈ ശ്രീനിയേട്ടൻ്റെ പടത്തിലെ ക്യാരക്ടർ പോലും ശ്രീനിയേട്ടൻ എപ്പോഴും ഒരു ഈഗോ ഉള്ള നെഗറ്റീവ് കഥാപാത്രങ്ങൾ, നെഗറ്റീവ് അല്ല, ഒരു പരിമിതികളുള്ള, എന്താണ്, ഈഗോയുള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ്, അത് അങ്ങനെ സെലക്ട് ചെയ്യുക എങ്ങനെയാണ്? സ്വയം അങ്ങനെ എത്തപ്പെട്ടത് എന്താണ്? അത് അങ്ങനെ ഇതിലേക്ക് വരാൻ കാര്യം? അങ്ങനെ പോയിന്റ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ മറുപടി പറയാം. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പം ശ്രീനിയേട്ടൻ എടുക്കുന്ന പടങ്ങളിലെല്ലാം തന്നെ ഇപ്പം ശ്രീനിയേട്ടൻ്റെ പടമാണ്, പക്ഷെ ആ പടങ്ങളിലെ ക്യാരക്ടർക്കെല്ലാം ചില പരിമിതികളുണ്ടായിരിക്കും. അതായത് എങ്ങനെ എന്താ പറയുന്നത്, അതിനൊക്കെ ഒരു സ്വയം അപഹാസ്യനാവുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇപ്പം ശ്രീനിയേട്ടൻ സംസാരം നടത്തിയപ്പോൾ പോലും പ്രിഫർ ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഉള്ള സ്വഭാവങ്ങളെ ഞാൻ ഈ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടാവും. അല്ല, ആ ക്യാരക്ടറുകൾ ആ ക്യാരക്ടർ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് പരിമിതികളുണ്ടല്ലോ, അത് തിരിച്ചറിയും. പിന്നെ ഈസിയാണല്ലോ. അപ്പൊ അത്തരം ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പൊ അഭിനയിക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പോ മമ്മൂട്ടിയോ മോഹൻലാലാകാൻ പറ്റത്തില്ല. നമുക്ക് സിനിമയെ കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കാം. പ്രത്യേകിച്ച് അങ്ങെടുത്ത പല സിനിമകളും. ഞാനിപ്പം സന്ദേശം കാലത്തെ അതിജീവിച്ച് പോവുക. ശ്രീനിവാസൻ എന്ന സിനിമാക്കാരൻ കഴിഞ്ഞൊരു 200 വർഷം കഴിഞ്ഞാലും മലയാളികൾ സന്ദേശത്തെക്കുറിച്ച് പറയും. ഈ സന്ദേശം എന്ന് പറയുന്ന വരവേൽപ്പിൻ്റെ ഒരു തുടർച്ച തന്നെയാണോ? എങ്ങനെയാണ് ഈ സന്ദേശം മനസ്സിൽ കയറുന്നത്? സന്ദേശം പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിലതിൻ്റെ തുടക്കം. എൻ്റെ ചേട്ടനൊരു ഭ്രാന്തനായിരുന്നു, പാർട്ടി ഭ്രാന്തൻ. 2 ദിവസം മുമ്പ് മരിച്ചുപോയി. ആ ചേട്ടൻ. അതെ. അപ്പോൾ പുള്ളി ഞാൻ നമ്മൾ സംസാരിച്ച് എപ്പോഴും പ്രശ്നമാവും. നിങ്ങൾ എന്ന് ഉടക്കാവും? ഉടക്കി പുള്ളി എന്നടുത്ത് പറയും, നീ ഇതേ കാര്യം ധൈര്യമുണ്ടെങ്കിൽ ജംഗ്ഷനിൽ വന്നിട്ട് സംസാരിക്കണം, അപ്പം നീ വിവരം അറിയും. ജംഗ്ഷനിൽ കംപ്ലീറ്റ് പുള്ളിയുടെ പാർട്ടിക്കാരെ. മനസ്സിലായി. അപ്പോൾ എന്നെ വെല്ലുവിളിക്കുന്നത് അവിടെ ചെല്ലാതെ. എന്നിട്ട് ഞാൻ ജംഗ്ഷനിൽ എപ്പോഴും പോകാറുണ്ട്. ഞാൻ അവിടെ നിന്ന് പല ആൾക്കാരും എന്നെ പലപ്പോഴും തല്ലാൻ നോക്കിയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ പേര്. എനിക്ക് അവിടെ എല്ലാവരും തന്നെ CPM-കാരാണോ? മിക്കവാറും. അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ എന്നെ തല്ലാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളുമുണ്ട്. അവർ എന്നെ തല്ലുന്നതിന് പിടിച്ചു മാറ്റിയ സംഭവങ്ങളുമുണ്ട്. അവരെ പിടിച്ചു മാറ്റും, തല്ലുന്നവരെ. ഒരു PP ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അച്ഛൻ്റെ സുഹൃത്തുക്കായിട്ടുള്ള ഒരാളാണ്. പുള്ളി പാർട്ടിയുടെ മെയിൻ ആളാണ് അവിടുത്തെ. അദ്ദേഹത്തിന് സ്റ്റേഷനറി കടയുണ്ട്. ആ കടയിലെ കസേരയിൽ ഞാനും ചെന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് ഭ്രാന്ത് വന്നിട്ട് പുള്ളി ഇരിക്കുന്ന കസേര എടുത്തിട്ട് എന്നെ അടിക്കാൻ തോന്നി. ആര്? ഗോവിന്ദൻ. എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് പാർട്ടിക്കാരന് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറയും. അങ്ങനെ എന്നെ അടിക്കാൻ വന്നപ്പോൾ മൂന്നെന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രണ്ട് പുള്ളിയെ തടഞ്ഞത്. അവൻ പാർട്ടിക്കാരൻ. അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്നെ തല്ലാതിരുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് തവണ എനിക്ക് അടി കിട്ടേണ്ട ആയിരുന്നു അവിടെ. അത്ര അന്ധമായ പാർട്ടി ബന്ധം അന്നേ ഉണ്ട് അവിടെ. ആളുകൾക്ക് ചിന്തയില്ല, അവർ പാർട്ടി പറയുന്നത് ശരി. അതെ അതെ. അപ്പൊ ഈ സന്ദേശത്തിലേക്ക് പോയത് എങ്ങനെ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചു. അതെ, അത് തന്നെയാണ് ശരിക്കും അവിടെ. അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഉദാഹരണത്തിന്
ശങ്കരടിച്ചേട്ടൻ്റെ കഥാപാത്രം പിന്നെ ഒരു ബുദ്ധിജീവിയെ പോലെയാണല്ലോ. അതെ, താത്വിക അവലോകനമൊക്കെ. അവലോകനം. അവർ തമ്മിൽ അവർക്കിടയിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ സംഘഗാനം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ നായകനായിട്ട് ദാരിദ്ര്യക്ക് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ നായകനായല്ല. ബക്കർ പറഞ്ഞ കഥ. അതെ. അപ്പോൾ ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ചില ബുദ്ധിജീവികളെ എന്നെ സമീപിച്ചു. എന്നോട് പറഞ്ഞു, നമുക്ക് ഈ സിനിമയെ പറ്റി ചില കാര്യങ്ങൾ ഒന്ന് ചർച്ചയ്ക്ക് വെക്കണമെന്ന്. ഞാൻ പറഞ്ഞ്, എന്നേക്കാൾ നന്നാക അതിൻ്റെ സംവിധായകനുണ്ട് P.A. ബക്കർ, അതിൽ നമ്പർ നിങ്ങളൊന്ന് വിളിച്ചത്. ഞാനുണ്ടായിട്ട് കാര്യമില്ല, ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. എന്ത് ചർച്ചയ്ക്ക് വെക്കാൻ? പടം ഷൂട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് ആളുകൾ കണ്ടു കഴിഞ്ഞ് ചിലർ കണ്ടില്ല. അല്ല, ഞാനിത് ചർച്ച എന്താണെന്നറിയോ? സംഭവം വെച്ചാൽ M. സുകുമാരനാണ് ആ കഥ എഴുതിയത്. M. സുകുമാരന് ഇവിടെ കണ്ണിൽ അത്ര ഇഷ്ടപ്പെട്ട ആളല്ല. അന്നേ ഉടക്കി നിൽക്കുന്ന ഒരാളാണ്. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, എഴുത്തുകാരന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്നോട് ചർച്ച. മനസ്സിലായി. അതെല്ലാം മനസ്സിൽ വന്നു ഇതെടുക്കുമ്പോൾ. അതെ. ഈ അന്തർധാരയെ കുറിച്ചൊക്കെ എങ്ങനെ, അതൊക്കെ എങ്ങനെ അവിടെ കേട്ട സംഭാഷണങ്ങളാണോ ഇതൊക്കെ? അങ്ങനെ കൃത്യമായിട്ട് അത് കേട്ടില്ലെങ്കിലും ബാക്കി എൻ്റെ ഇമാജിനേഷൻ ഡയലോഗുകൾ ഇവരിങ്ങനെയും പറഞ്ഞേക്കാം. അതെ. ആ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒത്തിരി കാലം മുമ്പാന്ന് ഓർക്കണം. ഇന്നാണേ ഓക്കെ. ഇന്നിപ്പം ഞാൻ പറഞ്ഞത് ഒരു പിണറായി അധികാരത്തിലെത്തുന്നത്, പിണറായി പാർട്ടി സെക്രട്ടറി ആവുന്നത് മുതൽ മുമ്പോട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുമ്പ് വരെ VS-ൻ്റെ കാലം വരെ ഇങ്ങനെ ഒരു സംഭാഷണം ഇല്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും, പക്ഷെ അന്ന് എങ്ങനെ ഇത്രയും ഉൾക്കാഴ്ചയോടുകൂടി ഈ ഒരു സമീപനത്തേക്ക് അന്നേ ഈ പാർട്ടി ഇങ്ങനെ തിരിച്ചറിഞ്ഞോ? അതൊക്കെ പിന്നെ അത് വിചിത്രമായി കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അവർ നമ്മളുടെ പെരുമാറുന്നത്. പലപ്പോഴും ഞാൻ അവിടെ ഒരു തവണ പാട്ടി എന്ന് പറയുന്ന നാടാണ് എൻ്റെ പാട്ടിയും ഗോപാലൻ്റെ. നമുക്ക് വലിയ ബഹുമാനവും സ്നേഹമായിരുന്നു. വളരെ ആദരവുള്ള, വളരെ നല്ല ആളാണ്. വളരെ നന്നായി പെരുമാറുന്ന, എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന MA-കാരനാണ്. കവിത എഴുതുന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ MP ആയിരുന്നു, പിന്നെ MLA ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. AKG തൊട്ടടുത്താണ്. AKGൻ്റെ വീടിന് മുക്കൂടെ ഉള്ള ഇടവഴി കൂടിയൊക്കെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. എനിക്കറിയാം ഇപ്പോഴും ആ വീട്. പരളശ്ശേരിക്ക് അടുത്താണ്. പരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷേ അതങ്ങ് ഇല്ലാതെ പോയി അവരോടെ. അതെ. അപ്പോൾ ഒരു തവണ ഈ പാട്ടിയത്ത് ഒരു ചെറിയ സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് DYFIയുടെ ഒരു ജില്ലാ സമ്മേളനം അവിടെ വരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്ത് ലീവിന് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞ്, പുള്ളി പാർട്ടിയുടെ ആളാണല്ലോ, എന്നോട് പറഞ്ഞ്, ഇതുപോലെ എനിക്ക് നാടകപ്രാന്തണ്ടെന്ന് അവനറിയാമല്ലോ. എന്നോട് പറഞ്ഞ്, ഇത്രയും ഓഡിയൻസിന് ഇത്രയും കൂടുതൽ കിട്ടുന്ന ഒരു സ്റ്റേജ് വേറെ ഉണ്ടാവില്ല, അതുകൊണ്ട് നീ ഒരു നാടകം എഴുത്, ഇവിടെ അവതരിപ്പിക്കാം. ഒരുപാട് ആൾക്കാർ കാണുന്ന സ്ഥലത്തല്ലേ നമ്മൾ നാടകം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചതിനെ പറ്റി. ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി ഒരു നാടകം എഴുതി. ആ നാടകത്തിൻ്റെ പേര് ഗരീബി ഹഠാവോ. ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത്, അങ്ങനെ എന്താണ് ഗരീബി ഹഠാവോ. അപ്പോൾ ഞാനൊഴിച്ച് ബാക്കിയുള്ളവരെ നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാം പാർട്ടിയുടെ ആൾക്കാർ.
കുറച്ച് പേരുണ്ട്. അപ്പോൾ റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ അവിടുത്തെ ബുദ്ധിജീവികൾ എന്നെ സംശയമുണ്ട്, ഞാൻ വിരുദ്ധനായിട്ട് വല്ലതും സംസാരിക്കുമോ എന്ന്. പാർട്ടിക്ക് പറ്റാത്ത എന്തെങ്കിലും പറയുമെന്ന് പേടിയുള്ളതുകൊണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരും നാളെ റിഹേഴ്സൽ കാണാൻ വരും, എന്നിട്ട് ഞങ്ങളെ അപ്രൂവ് ചെയ്തിട്ട് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റിഹേഴ്സലിന് പറയാത്ത ഡയലോഗ് സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും? അതെ. അപ്പോഴോ അപ്പം അതങ്ങനെ വേണ്ടെന്ന് പറഞ്ഞവര്. അത് വിജയമായിരുന്നോ? ഗംഭീര വിജയമായിരുന്നു. അവർ വല്ല പണി കൊടുത്തോ? ഇല്ല, ഒന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിൻ്റെ പേര് ഗരിബി ഘടകം ഇന്ദിരാഗാന്ധിയുടെ ഒരു മുദ്രാവാക്യമായിരുന്നു ആ സമയത്തുള്ള. പിന്നെ നാടകം എന്ന് പറഞ്ഞാൽ ചിരിയാണ്. ചിരിയിൽ എല്ലാവരും വീണുപോയി. അവിടെ എന്ന് വെച്ചാൽ അന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തൊരു തെങ്ങ് ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നു. നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗത്ത് എവിടെയാണ് ഒന്ന് പേപ്പറിൽ അത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ നാടകം എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് MA PhD എടുത്ത ആൾക്കാരൊക്കെ തെങ്ങ് കയറാനുള്ള ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, അവിടെ ജോലി കിട്ടണല്ലോ. അത് പാർട്ടിക്കെതിരെ ഒന്നുമില്ലായിരുന്നു. പാർട്ടിക്കെതിരെ പൊതുവായിട്ടുള്ള. ഓക്കെ. ഈ ചേട്ടനെ പറ്റി പിന്നെ ചേട്ടൻ രാഷ്ട്രീയത്തിൽ നിന്ന് പോയോ? ഇത്രയും തീവ്രവാദിയായിരുന്ന ചേട്ടൻ? ഇല്ല, രാഷ്ട്രീയത്തിൽ പോയിട്ടില്ല. പുള്ളിക്ക് അവസാനം വരെ പ്രാന്തായിരുന്നു. പാർട്ടി പദവിയൊന്നും കിട്ടിയില്ല. ഇല്ല. പുള്ളി അതിനൊന്നും ശ്രമിക്കുന്ന ആളല്ല. അവിടെ രാഷ്ട്രീയം കൊണ്ടൊരു ഗുണം ആർക്കും ഉണ്ടായില്ല. അപ്പനും അതെല്ലാം കൂടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിന്ത മനസ്സിൽ വന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തോടൊരു വിയോജിപ്പുണ്ടായി ആദ്യം മുതലേ? കമ്മ്യൂണിസ്റ്റ് ആശയപരമായിട്ട് തന്നെ താല്പര്യമില്ലേ? എനിക്ക് കമ്മ്യൂണിസത്തോട് വിരോധമില്ല. കമ്മ്യൂണിസം ഇപ്പോൾ കരുവന്നൂർ ബാങ്ക്, അതിൻ്റെ ആ കേസിൽപ്പെട്ടവർ ദാസ് ക്യാപിറ്റൽ ശരിക്കും വായിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, പോവർട്ടി ഫിലോസഫി, ഇതൊക്കെയാണ് ഇതിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ P. രാജീവ് അതിൽ പെട്ടല്ലോ. അദ്ദേഹം ഇതൊന്നും വായിച്ചില്ല. അദ്ദേഹം ഇവിടുത്തെ ഭയങ്കര ബുദ്ധിജീവിയാണ്. MA ബേബിയും P. രാജീവും വലിയ ബുദ്ധിജീവികള്. ഇത് ശരിക്കും ദാസ് ക്യാപിറ്റൽ ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ കരുവന്നൂർ കേസിൽ പെടാതെ രക്ഷപ്പെടാമായിരുന്നു. ഇതെങ്ങനെ പെട്ടു? ഇപ്പൊ ശരിക്കും പഠിക്കാത്തതുകൊണ്ട് പറ്റിയത്. കമ്മ്യൂണിസത്തോട് ആശയപരമായ വിയോജിപ്പില്ല, ഒരു വിയോജിപ്പില്ല. കാൾ മാർക്സ്, ഏംഗൽസ് ഇങ്ങനത്തെ ആൾക്കാരെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കുന്നത്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ചുറ്റുപാടുകൾക്ക് യോജിക്കാത്ത കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഫിലോസഫിയാണ് അവരുണ്ടാക്കിയത്. ഓരോ നാട്ടിലെത്തുമ്പോഴും എല്ലാ സ്ഥലത്തും ഇത് വിജയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ വിജയിക്കാത്ത? ഓരോ നാട്ടിലെയും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ ലീ ക്വാൻ യൂവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അത് പിന്നെ സിംഗപ്പൂർ ഏറ്റവും കൂടുതലുള്ള ചൈനക്കാരാണ്. അതിന് ഡെങ് ഷിയാപിങ് ഭരിക്കുന്ന കാലത്ത് ചൈനക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വരുന്നത് പുള്ളി മനസ്സിലാക്കി. ചൈനക്കാർക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി പുള്ളി നിൽക്കും. കുറേയൊക്കെ അവഗണിക്കാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. പുള്ളി 86 ചൈനീസ് മേയർമാർ, നഗരങ്ങളിലുള്ള മേയർമാരെ അവിടത്തേക്ക് അയച്ചു. സിറ്റി ഭരണം എങ്ങനെയാണെന്ന് ഇയാൾ ഈ മേയർമാരെ കൊണ്ട് പഠിപ്പിച്ചു. എന്നിട്ട് ചൈനയിൽ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു. അങ്ങനെ പുരോഗമന ചിന്താഗതി കമ്മ്യൂണിസത്തിന് ആവശ്യമുണ്ടെന്നല്ലേ അർത്ഥം. അതെ. എവിടെയും നല്ലത് കണ്ടാൽ
സംശീകരിക്കണം. അല്ല, ഈ പുസ്തകം മാത്രമാണ് കമ്മ്യൂണിസം എന്ന് ഏതവൻ വിചാരിക്കുന്ന മണ്ടനാണ്. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അതാണ്. പക്ഷെ എന്നിട്ടും ഈ സന്ദേശം ഒരു പ്രവാചക തുല്യമായി മാറിയത് എങ്ങനെയാണ്? ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് ഇത് എനിക്കത് ഞാനിപ്പോഴും എൻ്റെ മനസ്സിലാകത്ത് ഇത് ഭാവിയിൽ ഇന്നിപ്പോ അന്നത്തേക്കാൾ അന്നിത് പറയുമ്പം ഇതിനെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു, പാർട്ടിക്കാർക്ക് പിടിച്ചില്ല. ഇന്ന് പാർട്ടിക്കാർ പോലും ഇത് സത്യമാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയെത്തി. അതെങ്ങനെയാണ് ഇത്രയും ദീർഘവീക്ഷണത്തോടെ ഇത് കണ്ടത്? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയാവും? അത് എനിക്കും അറിയില്ല. ഇത് പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പോകില്ല, ഇത് മുന്നോട്ട് പോയാൽ എങ്ങനെയാവും എന്നുള്ളത്. അതാണ് സംഭവിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴിപ്പം അതെ ട്രോള് വരുന്ന ഇതാ ഏറ്റവും വലിയ ട്രോൾ അതാണ്. അതെ, ഇപ്പോൾ പിന്നെ ഹിന്ദിയിൽ നിന്ന് കുറേ പ്രൊഡ്യൂസേഴ്സ് അവിടുത്തെ ഹിന്ദിയിൽ സന്ദേശം റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് വാങ്ങിച്ചു. കഴിഞ്ഞ കൊല്ലം 40 ലക്ഷം രൂപയ്ക്ക് പ്രൊഡ്യൂസറെടുത്ത് അപ്പോൾ റൈറ്റ് വാങ്ങിച്ച് കൊടുത്ത് അവരെപ്പോൾ സിനിമയ്ക്കൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് അവരുടെ നാട്ടിലെ സാഹചര്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ പതിനല്ലേ അത് വാങ്ങിക്കുള്ളൂ. ബംഗാളിൽ സൂപ്പറായിട്ട് ഓടും. ബംഗാളിൽ ചെയ്താൽ സൂപ്പറായിരിക്കും സന്ദേശം. അതെ, സത്യനന്ദിക്കാണ്ടും ഞാനൊക്കെ ജനിച്ച് ജീവിച്ച സാഹചര്യം ഏകദേശം ഒരുപാടായിരുന്നു. എന്ന് വെച്ചാൽ സമാന മനസ്കർ എന്നൊക്കെ പറയുന്നത്. ഞാൻ അന്ന് മമ്മൂട്ടിക്ക് വേണ്ടി 2 പടത്തിലുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന് മമ്മൂട്ടിയുടെ ശബ്ദം മോശമായിരുന്നു. എനിക്ക് കാശ് ഉണ്ടായിരുന്നു, അത് തരാതിരിക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചതാണ്. TP ബാലഗോപാൽ MA. അതിൻ്റെ രൂപരേഖ അന്ന് ഒറ്റ ദിവസം രാത്രി ഉണ്ടാക്കി.